ചരിത്ര പ്രസിദ്ധിയുള്ളതും ഝാൻസി റാണിയുടെ നഗരവുമായ ബുന്ദേൽഖണ്ഡ് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് എല്ലാവർക്കും സ്വാഗതം. ഉത്തരേന്ത്യൻ മിഷണറി പ്രവർത്തനങ്ങൾ അടുത്തറിയാൻ ബുന്ദേൽഖണ്ഡിലുള്ള ചരിത്രപ്രസിദ്ധ നഗരമായ ഝാൻസിയിലേക്ക്. സ്വതന്ത്ര ഭാരതത്തിനായി ഐതിഹാസികമായ തേർവാഴ്ചകൾ നടത്തിയ നാട് ഝാൻസി. ഞങ്ങളുടെ പ്രേക്ഷിത പ്രവൃത്തി ദൈവത്തെ കാണിച്ചു കൊടുക്കുക ഞങ്ങളുടെ ജീവിതത്തിലൂടെ. ഇവിടേക്ക് യേശുക്രിസ്തുവിന്റെ സ്നേഹം പകർന്നു കൊടുക്കുവാനെത്തിയ മിഷണറിമാരുടെ ത്യാഗോജലമായ പ്രേക്ഷിത പ്രവർത്തനങ്ങളിലൂടെ ഒരു സഞ്ചാരം. ഝാൻസി മിഷൻ. ജയ് യേശു. ഝാൻസി മിഷന്റെ മിഷണറീസ് ഓഫ് ചാരിറ്റി സന്യാസിനിമാർ പ്രവർത്തിക്കുന്ന മിഷൻ സ്റ്റേഷനിലേക്കാണ് നാം ഇന്ന് പ്രവേശിക്കുന്നത്. ആയിരത്തി 1950 മദർ തെരേസ സ്ഥാപിച്ച സന്യാസിനി സമൂഹമാണ് മിഷണറീസ് ഓഫ് ചാരിറ്റി. MC എന്ന ആദ്യ അക്ഷരങ്ങൾ ഉപയോഗിച്ചാണ് സന്യാസിനിമാർ സമൂഹവുമായുള്ള തങ്ങളുടെ ബന്ധം അടയാളപ്പെടുത്തുന്നത്. ആയിരത്തി 1960 ഝാൻസിയിലെ ഈ ആദ്യ മഠത്തിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. മാനസികാസ്വാസ്ഥ്യമുള്ളവർ, രോഗികളായ കുട്ടികൾ, അനാഥരായ കുട്ടികൾ, കുഷ്ഠരോഗം ബാധിച്ചവർ, പ്രായമായവർ, TB രോഗബാധിതർ, ഇങ്ങനെ നീളുന്നു മിഷണറിമാർ ശുശ്രൂഷിക്കുന്നവരുടെ നിര. അവശത അനുഭവിക്കുന്ന ഓരോ വ്യക്തിയിലും ക്രിസ്തുവിനെ കണ്ട് ശുശ്രൂഷിക്കാൻ സന്യാസിനിമാരെ പഠിപ്പിച്ച ആ ദിവ്യാത്മാവിന്റെ ജീവിത വഴിത്താരയിലേക്ക് നമുക്ക് ശ്രദ്ധ തിരിക്കാം. ആഗ്നസ് എന്നായിരുന്നു ഈ പെൺകുട്ടിയുടെ പേര്. 1910 ആഗസ്റ്റ് 26 ഇവളുടെ ജനനം. അൽബേനിയയിലെ സ്കോപ്ജെ എന്ന സ്ഥലത്തായിരുന്നു ജന്മഗൃഹം. പിതാവ് നിക്കോളെ വൊജാക്സു, മാതാവ് ദ്രാന വൊജാക്സു. ചെറുപ്രായത്തിലെ മരിയൻ സൊഡാലിറ്റിയിൽ അംഗമായിരുന്ന ആഗ്നസ് പ്രാർത്ഥനാ യോഗങ്ങളിൽ വായിച്ചു കേട്ട മിഷണറിമാരുടെ ത്യാഗ ജീവിതത്തിൽ ആകൃഷ്ടയായി. 18 വയസ്സുള്ളപ്പോൾ ആഗ്നസ് ലൊറേറ്റോ സഭയിൽ ചേർന്ന് അയർലൻഡിലേക്ക് യാത്ര തിരിച്ചു. പിന്നീട് 1929 ആഗ്നസ് ഇന്ത്യയിലെത്തിച്ചേർന്നു. 1931 മെയ് 24 ആഗ്നസ് തന്റെ പ്രഥമ വ്രതവാഗ്ദാനം നടത്തി. 1937 മെയ് 14 അവൾ നിത്യവ്രതവാഗ്ദാനവും നടത്തി. അവൾക്ക് ഏറ്റവും ഇഷ്ടമുണ്ടായിരുന്ന ഉണ്ണീശോയുടെ വിശുദ്ധ കൊച്ചുത്രേസ്യായുടെ നാമം സ്വീകരിച്ച് അന്നു മുതൽ ആഗ്നസ് സിസ്റ്റർ തെരേസ എന്ന് അറിയപ്പെടാൻ തുടങ്ങി. കിഴക്കൻ കൽക്കട്ടയിലെ എൻഡെല്ലി എന്ന സ്ഥലത്തെ ലൊറേറ്റോ സ്കൂളിൽ അധ്യാപികയായി സിസ്റ്റർ തെരേസ നിയമിതയായി. പിന്നീട് 1944 ഈ സ്കൂളിലെ തന്നെ പ്രധാന അധ്യാപികയുമായി. മദർ തെരേസ ഏറെ സന്തോഷത്തോടെ സ്മരിക്കുന്ന കാലമാണ് ലൊറേറ്റോയിലെ തന്റെ ജീവിതകാലം.
ഞാൻ 10ാം ക്ലാസ് പഠിക്കുകയായിരുന്നു. കോൺവെൻറ്റിലാണ് ഞാൻ പഠിച്ചത് 1 മുതൽ 10 വരെ. അപ്പോൾ ഞങ്ങൾക്ക് സിസ്റ്റേഴ്സ് കാറ്റഗിസം എടുക്കുന്നുണ്ടായിരുന്നു. 9ലും 10ലും ആയപ്പോൾ സിസ്റ്റേഴ്സ് ഞങ്ങളോട് പറഞ്ഞു, നിങ്ങൾ ഇനി 10ൽ എഴുതാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തൊരു ജീവിതമാണ് വേണ്ടതെന്നാൽ നിങ്ങൾക്ക് തന്നെ ചൂസ് ചെയ്ത് ഞങ്ങളോട് പറഞ്ഞാൽ ഞങ്ങൾ സഹായിക്കാമെന്ന്. അതുപോലെ തന്നെ ഞായറാഴ്ച ഞങ്ങൾ കാറ്റഗിസത്തിന് പോകുമ്പോൾ അച്ഛനും ഞങ്ങളോട് ഇതേപ്പറ്റിയൊക്കെ പറയുമായിരുന്നു. ഞാൻ 10ാം ക്ലാസ് കഴിഞ്ഞു. എന്നിട്ടും 2 വർഷം കൂടെ 12 വരെ ഞാൻ പഠിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ അച്ഛനോട് ചെന്ന് പറഞ്ഞു, ഇന്നപോലെ എനിക്കൊരാഗ്രഹമുണ്ട് മിഷനറി ആയിട്ട് പോകുവാൻ എന്ന്. അപ്പോൾ അച്ഛനും പല മാഗസിൻ തന്നു വായിക്കാനായിട്ട്. അതിലേറ്റവും ഇഷ്ടപ്പെട്ടത് എനിക്ക് മദറിനെ പറ്റിയുള്ളതായിരുന്നു. അപ്പോൾ ആ മാഗസിൻ വായിച്ച് അതിന് ശേഷം ഞാൻ അച്ഛനോട് ചെന്ന് പറഞ്ഞു, എനിക്ക് മദർ തെരേസയുടെ കോൺവെൻറ്റിൽ പോകാനാണ് ആഗ്രഹം, അതുകൊണ്ട് അച്ഛനെന്നെ സഹായിക്കണമെന്ന്. അപ്പോൾ അച്ഛൻ ചോദിച്ചു, നിൻ്റെ പപ്പായും മമ്മിയും സമ്മതിക്കുമോ എന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ ജീവിതം നോക്കേണ്ടത് എൻ്റെ ആഗ്രഹമാണ്, പപ്പായുടെയും മമ്മിയുടെയും അല്ലെന്ന്. അപ്പോൾ അച്ഛൻ പറഞ്ഞു, പപ്പായോടും മമ്മിയോടും ചോദിച്ചിട്ട് വരാൻ പറഞ്ഞു. പക്ഷെ ഞാൻ പറഞ്ഞു, ചോദിച്ചാൽ അവർ സമ്മതിക്കില്ല പുറത്തോട്ട് പോകാൻ. അവർ പറയും നാട്ടിലെവിടെയെങ്കിലും പോകാൻ. അതുകൊണ്ട് അവരോട് പറയാതെ അച്ഛനും മകന് ഞാൻ മദറിന് ആപ്ലിക്കേഷൻ എഴുതി. ആപ്ലിക്കേഷൻ കിട്ടി. അന്നേരം മദർ എനിക്ക് റിപ്ലൈ തന്നു, പെട്ടെന്ന് വരിക, മദ്രാസിൽ വന്നാൽ അവിടെ ഞാൻ കാണും, നമുക്ക് സംസാരിക്കാം എന്നും പറഞ്ഞ്. മദറിൻ്റെ റിപ്ലൈ കിട്ടിയപ്പോൾ ഞാൻ പപ്പായോടും മമ്മിയോടും പറഞ്ഞു, എനിക്ക് വേണ്ട സഹായങ്ങൾ, എനിക്ക് വേണ്ട സാധനങ്ങൾ വാങ്ങിച്ചു തരണം, ഞാൻ ഒരു മിഷനറി ആയിട്ട് ജീവിക്കാൻ പോവുകയാണെന്ന്. പക്ഷേ അവരെന്നെ റിഫ്യൂസ് ചെയ്തു. എങ്കിലും അച്ഛനെ കൊണ്ടുകൂടി പറയിപ്പിച്ചപ്പോൾ അവർ അരമനസ്സ് വെച്ചു. അങ്ങനെ ഞാൻ മദർ തെരേസയുടെ കോൺവെൻറ്റിൽ വന്നു ചേർന്നു. ദൈവവേലയ്ക്കായി കടുത്ത തീരുമാനങ്ങൾ എടുത്ത് അത് നടപ്പിലാക്കാൻ എങ്ങനെ ശക്തി ലഭിച്ചുവെന്ന് ചോദിച്ചാൽ സന്യാസിനിമാർക്ക് ഒരു ഉത്തരമേ ഉള്ളൂ: മണവാളനായ ക്രിസ്തു. വേദന അനുഭവിക്കുന്ന ഓരോ വ്യക്തിയെയും യേശുവിനോട് താദാത്മ്യം നൽകി സമീപിച്ചപ്പോൾ ഈ ശുശ്രൂഷ അനേകം മടങ്ങ് ശക്തിയുള്ള പ്രാർത്ഥനയായി മാറി. ഈ കുട്ടികൾക്ക് നാം ജീവിക്കുന്ന ലോകം ജന്മസമ്മാനമായി നൽകിയത് ഭയാനകമായ ഓർമ്മകൾ നിറഞ്ഞ ജീവിതമാണ്. തെരുവിൽ നിന്നും ഝാൻസി മിഷന് ഈ കുട്ടികളെ ലഭിക്കുന്നത് വളരെ മോശമായ പശ്ചാത്തലങ്ങളിൽ നിന്നുമാണ്. റെയിൽവേ സ്റ്റേഷനിൽ നിന്നും, കുപ്പത്തൊട്ടിലിൽ നിന്നും, ഓടകളിൽ നിന്നും മറ്റും. മദർ പ്രത്യേകമായി പറയാറുണ്ടായിരുന്നത്, ഇവർക്ക് നാം നൽകേണ്ടത് അനുകമ്പയല്ല, സാമീപ്യമാണ്, സ്നേഹത്തോടെയുള്ള തലോടലാണ്. ഇവർ ആഗ്രഹിക്കുന്നതും അതുതന്നെയാണ്. ഝാൻസി മിഷനിലെ മിഷണറിമാർക്ക് എന്നും വഴികാട്ടിയും ഊർജവുമായിരുന്നു മദർ തെരേസയുടെ വാക്കുകൾ. അതിൽ മുഴുവൻ ക്രിസ്തു സ്നേഹത്തിന്റെ ഭാഷ്യമായിരുന്നു. മദറിന്റെ വിശുദ്ധമായ പാദസ്പർശമേറ്റ കൽക്കട്ട, പതിറ്റാണ്ടുകൾക്ക് മുമ്പുള്ള കൽക്കട്ടയുടെ പഴയ മുഖം. A few months ago, we went out in Calcutta and we picked up 4 or 5 people from the street. And we took them to our home for the dying. One of them was in a very bad condition. So I told the sisters, I'll take care of her. And I did for her all that my love could do. When I put her in bed, she took hold of my hand. And there was such a wonderful smile in her face. She said one word, thank you, and she died. She gave me much more than I gave her. She gave me her grateful love. And for 1 second, I reflected on looking at her, and I said,
what would I have done if I was she? And my answer was, I would have tried to draw some attention to myself. I would have said, I'm hungry, or I'm cold, or I'm dying. But she was so great. She was so beautiful in her giving. The poor are great people. They give us much more than we give to them. We must love them not by feeling pity for them. We must love them because it is Jesus and the distressing disguise of the poor. They are our brothers and sisters. They are our own people. Those lepers, those dying, those hungry, those naked, they are Jesus. അതിരാവിലെ 4 മണിക്ക് എഴുന്നേറ്റ് പരിശുദ്ധ ദിവ്യകാരുണ്യ ആരാധനയോടുകൂടെയാണ് മദർ തെരേസയുടെ ഈ പിൻതലമുറക്കാരുടെ ശുശ്രൂഷാ ദിനം ആരംഭിക്കുന്നത്. പ്രാർത്ഥനയിൽ നിന്ന് ചൈതന്യം ഉൾക്കൊള്ളുന്ന മദറിന്റെ ശൈലി ഇവിടെ ഈ ഝാൻസി മിഷനിലും അനുവർത്തിക്കുന്നു. ഝാൻസിയിലെ തെരുവിൽ നിന്നും ലഭിച്ച കുട്ടികളാണ് ഇവരിലേറെയും. ഒരമ്മയുടെ സ്നേഹവും വാത്സല്യവും കൊതിച്ചു കഴിയുന്ന ഇവർക്ക് ശരിക്കും പറഞ്ഞാൽ ദൈവസ്നേഹത്തിന്റെ പരിശുദ്ധി ഈ ഝാൻസി മിഷനിലെ മിഷണറിമാരിൽ നിന്നും ലഭിക്കുന്നു. മുലകുടിക്കുന്ന കുഞ്ഞിനെ അമ്മയ്ക്ക് മറക്കാനാവുമോ? പുത്രനോട് പെറ്റമ്മ കരുണ കാണിക്കാതിരിക്കുമോ? അവൾ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല. ഇതാ നിന്നെ ഞാൻ എൻ്റെ ഉള്ളം കയ്യിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു എന്ന തിരുവചനത്തിൻ്റെ നേർക്കാഴ്ചയാണ് ഇവിടേക്ക് വരുന്ന ഏതൊരു സന്ദർശകനും ദർശിക്കാൻ സാധിക്കുക. ഇന്ന് ലോകം സ്വന്തം കുഞ്ഞിനെ പോലും വളർത്തുന്നതിൻ്റെ ബുദ്ധിമുട്ടുകളിൽ 2 അതോ 3 കുട്ടികൾ വേണോ എന്ന് ചിന്താവിവശതയോടെ നിൽക്കുമ്പോൾ ഝാൻസി മിഷനിലെ ഈ നാമമാത്രമായ സന്യാസിനിമാർക്ക് എങ്ങനെ ഇത്രയുമധികം കുട്ടികളെ ഒരേ സമയം കരുതലോടെ വളർത്താൻ സാധിക്കുന്നു? അതിൻ്റെ ദൈവിക രഹസ്യം മദറിൽ നിന്നാണ് MC സന്യാസിനിമാർക്ക് ലഭിച്ചത്. ഞാൻ മദറിൻ്റെ കൂട്ടത്തിൽ ജീവിച്ചതാണ്. മദർ ഞങ്ങൾക്ക് ക്ലാസ് എടുത്തിട്ടുണ്ട്. മദറിൻ്റെ അടുത്തിരുന്ന് ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. മദറുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. ഞാൻ ഒരു പ്രാവശ്യം മദറിൻ്റെ കൂടെ കൽക്കട്ടയിൽ നിന്ന് ആന്ധ്രാപ്രദേശത്ത് യാത്രയും ചെയ്തു. മദറിൻ്റെ അടുത്ത് ഇരുന്നു കൊണ്ട് ഭക്ഷണം കഴിക്കുമ്പോഴും മദർ ഞങ്ങളോട് സ്വന്തം മകളെപ്പോലെ ഞങ്ങളോട് സംസാരിക്കുകയും ഞങ്ങളെ ഭക്ഷണം കഴിപ്പിക്കാൻ പ്രോത്സാഹനം ചെയ്യിപ്പിക്കുകയും ചെയ്യുമായിരുന്നു. കാരണം ഞങ്ങൾക്ക് ഭക്ഷണത്തിനൊക്കെ വളരെ വൈകിട്ടായിരുന്നു കഴിക്കുവാൻ. പക്ഷേ മദർ പറയും, എന്തെങ്കിലും പ്രയാസം ഉണ്ടെങ്കിലും സ്വല്പം കഴിക്കുക, അത് കഴിയുമ്പോൾ ശീലിച്ചോളൂ എന്ന് പറഞ്ഞ് ഞങ്ങളെ കഴിപ്പിക്കുമായിരുന്നു. സോ മദറിൻ്റെ സ്നേഹം ഒരിക്കലും നമുക്ക് മറക്കാൻ പറ്റുന്നതല്ല. കാരണം ഈ ലോകത്തിൽ മദറിനെ പോലുള്ളൊരു സ്നേഹം ആരും നമുക്ക് തരുമെന്ന് തന്നെ തോന്നുന്നില്ല. അതുകൊണ്ട് ഞാൻ ഇന്ന് മദറിൻ്റെ ഫുഡ് സ്റ്റെപ്പ് ഫോളോ ചെയ്ത് മുമ്പോട്ട് ജീവിക്കുകയാണ്. മദർ പറഞ്ഞിട്ടുള്ളതും മദർ പഠിപ്പിച്ചിട്ടുള്ളതും മാത്രം ഞാൻ ഇന്നും ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ മദർ ഞങ്ങളോട് പറയും, വി കെയിം ടു ബിക്കം എ സെയിൻറ്റ്, സോ വി മസ്റ്റ് ഡു അക്കോർഡിംഗ് ദാറ്റ്. സോ വി ആർ ഫോളോയിങ് മദേഴ്സ് വേർഡ്. സ്ഥാപക പറഞ്ഞുകൊടുത്ത ബോധ്യങ്ങളെ അനുസരണയെന്ന പുണ്യത്തിലൂടെ ഇവിടെ മിഷണറിമാർ ആദരപൂർവ്വം അനുവർത്തിക്കുന്നു.
മിഷണറീസ് ഓഫ് ചാരിറ്റി ഝാൻസി മിഷനു വേണ്ടി ഇവിടെ പ്രവർത്തിക്കുന്ന ഈ ശൈലി ജനം അത്ഭുതത്തോടെയാണ് വീക്ഷിക്കുന്നത്. കൂടാതെ തങ്ങളിൽ ആരാണ് മദർ തെരേസയെന്ന് ഇവിടുത്തുകാർ അന്വേഷിക്കുന്നത് കേൾക്കുമ്പോൾ ദൈവീകമായ അനുഭൂതി ലഭിക്കുന്നുവെന്ന് മദർ ജോൺ ടിറ്റ പങ്കുവയ്ക്കുകയുണ്ടായി. അത് തങ്ങളെ കൂടുതൽ ത്യാഗമനോഭാവത്തിലും വിശുദ്ധിയിലും ശുശ്രൂഷാ ജീവിതം നയിക്കാൻ ശക്തി പകരാറുണ്ടെന്നും പറഞ്ഞു. മതത്തിനും ജാതിക്കും അതീതമായി തികച്ചും സൗജന്യമായുള്ള ഝാൻസി മിഷന്റെ പ്രവർത്തനം ഝാൻസി നിവാസികൾക്ക് ഒരു പുതിയ അനുഭവമായി മാറി. അത് പലരിലും ഗോത്രവർഗ വ്യത്യാസങ്ങൾ മറക്കാനും മറ്റുള്ളവരെ പരിഗണിക്കാനുമുള്ള സ്നേഹത്തിന്റെ സംസ്കാരം രൂപപ്പെടുവാനുമിടയായി. തൽഫലമായി ക്രിസ്തുമസിനും ദീപാവലിക്കും അന്യോന്യം സന്തോഷം പങ്കിടാനും ഉള്ളതിൻ്റെ ഒരു പങ്ക് ഈ മിഷൻ സ്റ്റേഷന് സംഭാവനയായി നൽകാനും ഝാൻസി നിവാസികളെ പ്രേരിപ്പിച്ചു. അത് ഝാൻസി പ്രവിശ്യയിൽ മതസൗഹാർദ്ദവും ക്രിസ്തുസ്നേഹത്തിന്റെ സാമീപ്യവും നിറവും ആഘോഷങ്ങൾക്കേകാനായി. ഉത്തരേന്ത്യക്കാർ ദിവാലി എന്നാണ് ഈ ദീപാവലി ആഘോഷത്തെ വിളിക്കുന്നത്. ഝാൻസിയിലുള്ള ഈ മിഷൻ സ്റ്റേഷനിലെ മിഷണറിമാരോടും കുട്ടികളോടുമൊപ്പം ഇവിടുത്തെ ജനങ്ങൾ ദീപാവലിയും ക്രിസ്തുമസും ആഘോഷിക്കാൻ മുടങ്ങാതെ എത്തുന്നു. ഈ നാടിന്റെ സന്തോഷത്തിൽ പങ്കുകൊള്ളാൻ, കൂടെ ക്രിസ്തു സ്നേഹം അനുഭവിച്ചറിയാൻ. ലോകം ഈ ആഘോഷത്തെ ഭാരതത്തിന്റെ ക്രിസ്തുമസ് എന്നും വിശേഷിപ്പിക്കുന്നു. അത് സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും വർണ്ണപ്പകിട്ടാർന്ന വ്യത്യസ്തമായ ദീപാലങ്കാരമാക്കി ഇവിടം മാറ്റി. ലോകം ആഘോഷങ്ങളിൽ മുഴുകുമ്പോഴും ഒരു നേരത്തെ ആഹാരം പോലും കഴിക്കാൻ ബുദ്ധിമുട്ടുന്ന കുഞ്ഞുങ്ങൾ ഈ ഭവനത്തിലുണ്ടെന്ന കാര്യം മിഷണറിമാർ ഒരു കാരണവശാലും മറക്കാറില്ല. തുള്ളിച്ചാടി നടക്കേണ്ട പ്രായത്തിൽ കഷ്ടത അനുഭവിക്കുന്ന ഈ കുരുന്നുകൾക്ക് ഇവിടെ വേണ്ടത് അനുകമ്പയല്ല, സ്നേഹപൂർണമായ സാമീപ്യമാണ് എന്ന മദർ തെരേസയുടെ വാക്കുകൾക്ക് ജീവൻ കൊടുക്കുന്ന പ്രവൃത്തിയാണ് ഇവിടുത്തെ മിഷണറിമാർ നിർവഹിക്കുന്നത്. കഷ്ടത അനുഭവിക്കുന്ന ഈ കുട്ടികളിൽ തീർച്ചയായും ഈശോയെ ദർശിക്കാൻ സാധിക്കുന്നുണ്ടാകും. അല്ലാതെ ഇത്രമാത്രം സ്നേഹം നൽകാൻ ഒരുപക്ഷെ മാതാപിതാക്കൾക്ക് പോലും സാധിക്കാത്ത ഈ കാലഘട്ടത്തിൽ എങ്ങനെ സാധിക്കുന്നു? ഓരോ വറ്റും ഈശോയ്ക്ക് തന്നെയാണ് തങ്ങൾ നൽകുന്നതെന്ന ഉത്തമ ബോധ്യത്തോടെയുള്ള ഇവരുടെ സാമീപ്യമാണ് നമുക്ക് ഈ മിഷൻ സ്റ്റേഷനിൽ ദർശിക്കാൻ സാധിക്കുക. മിഷൻ പ്രവർത്തനം എന്തെന്നും എന്തിനെന്നും എങ്ങനെ വേണമെന്നുമുള്ള വ്യക്തമായ കാഴ്ചപ്പാട് ഇവിടുത്തെ മിഷണറിമാർക്കുണ്ട്. ആ കാര്യങ്ങൾ ഝാൻസി മിഷനിലെ മിഷണറിമാർ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു. പാവപ്പെട്ട കുട്ടികളെ അത്രമാത്രം സ്നേഹിച്ചിരുന്ന ആ അമ്മയുടെ പിൻഗാമിയാകാനുള്ള യോഗ്യതയോടെ തന്നെയുള്ള പ്രവർത്തനം. അതുപോലെ തന്നെ എനിക്ക് നേരത്തെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എനിക്ക് പാവങ്ങളോട് വളരെ ആഗ്രഹമുണ്ടായിരുന്നു. അവരെ ഞാൻ വീട്ടിൽ വെച്ച് തന്നെയും സഹായിക്കുമായിരുന്നു. പപ്പായും മമ്മിയും അറിയാതെ തന്നെ ഞങ്ങൾ പാവങ്ങൾ വരുമ്പോൾ അവർക്ക് സാധനങ്ങളൊക്കെ എടുത്തു കൊടുക്കുകയും അവരെ സന്തോഷമായിട്ട് ഞാൻ തിരിച്ചു വിടുകയും ചെയ്യുമായിരുന്നു.
അതുകൊണ്ട് എനിക്ക് പാവങ്ങളെ സേവ ചെയ്യാനായിരുന്നു കൂടുതലായിട്ട് എൻ്റെ ആഗ്രഹം. അതുകൊണ്ടാണ് ഞാൻ ഈ ലൈഫ് ചൂസ് ചെയ്തത്. ഇന്നും എൻ്റെ ജീവിതത്തിൽ ഞാനിപ്പോൾ 38 വർഷമായി സൊസൈറ്റിയിൽ വന്നിട്ട് അന്ന് മുതൽ ഇന്ന് വരെ ഞാൻ പാവങ്ങളെ വേണ്ടതുപോലെ എന്നെ കഴിവത് ഞാൻ സഹായിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. അവരെ ഒരിക്കലും ദുഃഖത്തിന് വരുത്തിയിട്ടില്ല. ജാൻസി മിഷൻ ശുശ്രൂഷിക്കുന്ന സമൂഹങ്ങളുടെ ആവശ്യമനുസരിച്ച് മൊബൈൽ ഡിസ്പെൻസറികളും തെരുവ് കുട്ടികളെ പഠിപ്പിക്കുവാനുള്ള സ്കൂളുകളും മറ്റ് വിവിധ ശുശ്രൂഷകളും മിഷണറീസ് ഓഫ് ചാരിറ്റിയുടെ നേതൃത്വത്തിൽ ഇവിടെ നടത്തപ്പെടുന്നു. അനാഥ കുട്ടികൾക്കും സ്ത്രീകൾക്കുമായുള്ള കേന്ദ്രവും എയ്ഡ്സ് രോഗികൾക്കായുള്ള ആശുപത്രിയും MC സന്യാസിനിമാർ ഇവിടെ നടത്തുന്നു. ജാൻസി മിഷൻ നമ്മോട് ആഹ്വാനം ചെയ്യുന്നത് മദർ തെരേസയുടെ വാക്കുകളെ ഉദ്ധരിച്ചുകൊണ്ടാണ്. നാം നമ്മുടെ കുടുംബത്തിൽ നിന്ന് തന്നെ മിഷൻ തുടങ്ങാൻ പരിശീലിക്കണം. അത് സാവകാശം സമൂഹത്തിലേക്ക് വ്യാപിപ്പിക്കണം, അതും പാവപ്പെട്ടവരിലേക്ക്. അപ്പോൾ മാത്രമേ യഥാർത്ഥത്തിലുള്ള ക്രിസ്തുവിൻ്റെ അനുയായികളാകാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അതിനായി നമുക്കാദ്യമായി കുടുംബത്തിലുള്ളവരിൽ ക്രിസ്തുവിനെ ദർശിക്കാം, അവരെ ശുശ്രൂഷിക്കാം. തിരുസഭ നമ്മളെയും ക്ഷണിക്കുന്നു. അപരനിൽ ക്രിസ്തുവിനെ ദർശിക്കാൻ, അവരെ ശുശ്രൂഷിച്ച് വിശുദ്ധരാകാൻ. You and I, let us look straight into our own families. For love begins at home. Do we really understand the poverty of Christ? The poverty of our poor in our own home, in our own communities. Never turn your back to the poor. For in turning your back to the poor, you are turning it to Jesus Christ.